നമസ്കാരം. പ്രധാന വാർത്തകൾ. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഭക്തി നിർഭരം. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുവാനും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. 15,000-ലധികം പേർ പ്രസാദ ഊട്ടിലും പങ്കെടുത്തു. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ അച്ചടക്ക നടപടി കടുക്കുന്നു. DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തന്നെ പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. ചരിത്രത്തിലാദ്യമായി ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരി വേദിയാകുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള നടക്കുന്നത് 2026 ജനുവരി 2 മുതൽ 11 വരെ. എളവള്ളി പഞ്ചായത്തിലെ പണ്ടാരക്കാട് വീട് കത്തി നശിച്ചു. പണ്ടാരക്കാട് കറുമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. വാർത്തകൾ വിശദമായി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരിയമ്മ. പരിചരിക്കുന്ന ആളുകളാണ് മരണസമയത്ത് ശാന്തകുമാരിയമ്മയുടെ ഒപ്പമുണ്ടായിരുന്നത്. എളമക്കരയിൽ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് ശാന്തകുമാരി അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത്. മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി ലാൽ സംസാരിക്കാറുണ്ട്. 89ാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ വീട്ടിൽ സംഗീതാർച്ചന നടത്തിയിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടത്തും. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുവാനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ആയുർവേദത്തിന്റെ ദേവനാണ് ശ്രീ ധന്വന്തരി. ഭാരതത്തിലെ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമായതിനാൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമ്മാല്യ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ 6-ന് സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം, 7-ന് സംഗീതാർച്ചനയും ഉണ്ടായി. 10:30-ന് പ്രഗത്ഭരായ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. 10 മണി മുതൽ ആരംഭിച്ച മഹാ അന്നദാനത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 10,000-ലധികം പേർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് 1:30-ന് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 4 മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വൈകിട്ട് 6-ന് ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തിഗാനസുധ എന്നിവ നടന്നു. രാത്രി 10-ന് ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. നാളെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പ്രസാദ ഊട്ടിലും വൻ തിരക്ക്. 15,000-ഓളം പേർക്കുള്ള പ്രസാദ ഊട്ടാണ് ഒരുക്കിയിരുന്നത്. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും ഗോതമ്പ് പായസവുമായിരുന്നു പ്രസാദ ഊട്ടിലെ വിഭവങ്ങൾ. ഒരേ സമയം 500 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. വിനായക കേറ്ററിംഗ് ഉടമ വിയൂർ ഗണേഷ് സ്വാമിയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. 31 വർഷമായി പ്രതിഫലം ആഗ്രഹിക്കാതെ വഴിപാടായാണ് പാചകം ചെയ്യുന്നത്. പ്രസാദ ഊട്ടിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. മെമ്പർ സുരേഷ് ബാബു, കമ്മീഷണർ ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, റവന്യൂ ഇൻസ്പെക്ടർ PB ബിജു, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു.
31ാമത്തെ കൊല്ലമാണത്. രസകാളൻ, പുഴുക്ക്, ഗോതമ്പ് ചോറ്, പായസം 2ാം തവണയാണ് പായസം. 10,000-ന് മീതെയാണ് കണക്കാക്കിയിരിക്കുന്നത്. എല്ലാം ഇപ്രാവശ്യം 500 സീറ്റോളം 200 പേർ കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ അച്ചടക്ക നടപടി കടുക്കുന്നു. DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മുതിർന്ന നേതാവും DCC എക്സിക്യൂട്ടീവ് അംഗവുമായ വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് KPCC പുറത്താക്കിയത്. പാർട്ടി നടപടിക്കെതിരെ വർഗീസ് ചൊവ്വന്നൂർ രംഗത്തെത്തി. തന്നെ പുറത്താക്കാനുണ്ടായ കാരണം അറിയില്ലെന്ന് വർഗീസ് ചൊവ്വന്നൂർ പ്രതികരിച്ചു. തന്നെ പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും താൻ നടത്തിയിട്ടില്ലെന്നും നീതിനിഷേധമാണ് ഉണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങളോട് ഞാൻ ആധിക്യമായി നടപടി ഇറങ്ങുന്നത് ഈ എന്താ പറയുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലെ കോർ കമ്മിറ്റിയിൽ ഞാനില്ല. സ്ഥാനാർത്ഥി കഴിഞ്ഞ് അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഞാനില്ല. KPCC ജനറൽ സെക്രട്ടറിയും DCC ഒരു ഭാരവാഹിയും പോകുന്നത് നേരിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതിലും എന്നില്ല എന്നെ ഉൾപ്പെടുത്താത്തൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ ഒന്നും ഭാഗമല്ലാത്ത എനിക്കെതിരെ നടപടിയും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഈ തീരുമാനത്തിലെല്ലാം നിന്ന ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് ഒരു നടപടിയില്ല. അത് എന്ത് നീതിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ചൊവ്വന്നൂരും കുന്നംകുളത്തുമായി തുടരും. എനിക്കിതിൽ എന്താ പറയുക ഒരു പരാതിയുമില്ല, ഒന്നുമില്ല. ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇനി തുടർന്നും ഉണ്ടാകും. ഇല്ല, ഒരു നടപടിയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു നടപടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിതിൽ ഭാഗവാക്കല്ല. ഈ തിരഞ്ഞെടുപ്പിലോ മറ്റതിലൊന്നും ഞാൻ ഭാഗവാക്കല്ല. ആ ഭാഗവാക്കല്ലാത്ത എനിക്കെതിരെ നടപടിയാണ് എടുത്തിരിക്കുന്നത് പാർട്ടി. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കതിൻ്റെ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അല്ല, എന്നോട് വ്യക്തിപരമായി പ്രതികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ജില്ലാ എക്സിക്യൂട്ടീവായിട്ട് എന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിനോ ഒരു സാധനത്തിനും വിളിച്ചിട്ടില്ല. നാടിനെയും നാട്ടുകാരെയും ഉത്സവലഹരിയിലാഴ്ത്തുന്ന ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലിശ്ശേരി ആതിഥേയത്വം വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് സരസ് മേള നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത്. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്തും സമീപത്തും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുമാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടന സമ്മേളനം 2026 ജനുവരി 2 വൈകിട്ട് 4:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിശിഷ്ടാതിഥിയാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദ് സമദാനി MP, VK ശ്രീകണ്ഠൻ MP എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം ജനുവരി 11 വൈകിട്ട് 6 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. K രാധാകൃഷ്ണൻ MP, പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളായെത്തും. കൂടാതെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു, വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി P രാജീവ്, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള MLA മാർ വിവിധ ദിവസങ്ങളിൽ ആശംസകൾ അർപ്പിക്കും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യം വിളമ്പുന്ന 30-ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, പ്രശസ്തമായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്തനിശകൾ, പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ, തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സരസ്മേളയ്ക്ക് മുന്നോടിയായി ജനുവരി 1 വൈകിട്ട് 6 മണിക്ക് വൈലി മ്യൂസിക് ബാൻഡ് ഷോയും 7:30 പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടും ഉണ്ടാകും. സരസ്മേളയുടെ ആദ്യ ദിനമായ ജനുവരി 2 മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശരത്, പ്രകാശ് ഉള്ളേരി എന്നിവർ അവതരിപ്പിക്കുന്ന ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ, 2ാം ദിനത്തിൽ സിനിമാ താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന സോളോ ഭരതനാട്യം കച്ചേരി, 3ാം ദിനത്തിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 4ാം ദിനത്തിൽ പ്രശസ്ത ഗായിക പുഷ്പാവതി അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ, 5ാം ദിനത്തിൽ RLV രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന
മോഹിനിയാട്ടവും ഗംഗാ ശശിധരന്റെ വയലിൻ മ്യൂസിക്കും 6-ാം ദിനം ഷഹബാസ് അമൻ അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 7-ാം ദിനം ബിൻസിയും ഇമാമും അവതരിപ്പിക്കുന്ന സൂഫി മിസ്റ്റിക് സംഗീതം, 8-ാം ദിനത്തിൽ സൂരജ് സന്തോഷ് അവതരിപ്പിക്കുന്ന ലൈവ് ഷോ, 9-ാം ദിനത്തിൽ സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന ബാൻഡ് ലൈവ്, സരസ്മേളയുടെ അവസാന ദിനത്തിൽ പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ പ്രൊജക്ട് മലബാറിക്കസ് മ്യൂസിക് ഷോ എന്നിങ്ങനെ നിരവധി കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടാകും. തൃത്താലയിലെ കലാസാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയ 300-ൽ പരം വ്യക്തികളെ മേളയിൽ ആദരിക്കും. സരസ്മേളയുടെ ഭാഗമായി 50 രൂപ മാത്രം വില വരുന്ന സമ്മാന കൂപ്പണിൽ നിരവധി സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. 1-ാം സമ്മാനം സ്വിഫ്റ്റ് കാർ, 2-ാം സമ്മാനമായി ബൈക്ക്, 3-ാം സമ്മാനമായി LED TV, 4-ാം സമ്മാനമായി ഫ്രിഡ്ജ് എന്നിവ ലഭിക്കും. ഇതുകൂടാതെ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. സരസ്മേളയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് നറുക്കെടുപ്പ്. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 33 ഏക്കറിൽ സരസ്മേള ഫുഡ് കോർട്ടിലേക്ക് ആവശ്യമായ വിവിധയിനം പച്ചക്കറികൾ കുടുംബശ്രീ അംഗങ്ങളും സംഘകൃഷി ഗ്രൂപ്പുകളും കൃഷി ചെയ്തു വരുന്നുണ്ട്. മേളയോടടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികൾ വിളവെടുപ്പും നടക്കും. കുടുംബശ്രീ മിഷൻ പാലക്കാട് ജില്ലാ ഓഫീസർ P. ഉണ്ണികൃഷ്ണൻ, തൃശൂർ ജില്ലാ ഓഫീസർ അഭിജിത്ത് K. ദീപക്, പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് PB സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ സരസ്മേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി തൃത്താല കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെ മിനി മാരത്തോൺ നടത്തി. റൺ ഫോർ യൂണിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് നിയാസ്, പാരാ ഫുട്ബോൾ 2025 ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവ് ലെനിൻ ചാലിശ്ശേരി എന്നിവർ മാരത്തോണിൽ പങ്കെടുത്തു. 1-ാം സമ്മാനം അജിത് K. കൊല്ലങ്കോട്, 2-ാം സമ്മാനം പ്രണവ് S. മേലാർക്കോട്, 3-ാം സമ്മാനം ഹരികൃഷ്ണൻ P. ചാലിശ്ശേരി എന്നിവർ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ ഊഷ്മ NP പെരിങ്ങോട് 1-ാം സ്ഥാനവും ഡോക്ടർ രാധിക ശ്രീകുമാർ പെരിങ്ങോട് 2-ാം സ്ഥാനവും തിലകം PT കോതച്ചിറ 3-ാം സ്ഥാനവും നേടി. മാരത്തണിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടത്തിന് പെരിങ്ങോട് റണ്ണേഴ്സ് ക്ലബ് അംഗമായ 68 വയസ്സുള്ള കോമളവല്ലി അർഹയായി. മാരത്തോൺ വിജയികൾക്ക് സരസ്മേളയിൽ വെച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ക്യാഷ് പ്രൈസുകൾ നൽകും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, AEO K. പ്രസാദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P. ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ PB സുഭാഷ്, നവകേരള മിഷൻ കോർഡിനേറ്റർ P. സൈദലവി, മറ്റ് സബ് കമ്മിറ്റി ചെയർമാൻമാർ, വർക്കിംഗ് കൺവീനർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ പണ്ടാരക്കാട് വീട് കത്തിനശിച്ചു. പണ്ടാരക്കാട് കരുമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30-യോടെയാണ് വീട് കത്തിയത്. വീടിൽ തനിച്ച് താമസിച്ചു വരുന്ന ഷൈജു ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി അടുപ്പിൽ തീ കത്തിച്ച ശേഷം ഉറങ്ങിപ്പോയി. അടുപ്പിൽ നിന്ന് തീ പടർന്ന വീട് കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ സംയോജിത ഇടപെടലിനെ തുടർന്നാണ് ഷൈജുവിനെ വീടിന് പുറത്തെത്തിച്ചത്. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സും പാവർട്ടി പോലീസും സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സനൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിലും പദ്ധതിയുടെ നടത്തിപ്പിലും മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് AICC ആഹ്വാനപ്രകാരം കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, KS വാസു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബിൻ, ലിയ ജോജോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെൽബിൻ മറ്റം എന്നിവർ സംസാരിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസാണ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയവും വേദിയാകും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ 1500-ൽ പരം കായിക താരങ്ങൾ 125ഓളം കോളേജുകളെ പ്രതിനിധീകരിച്ച് മാറ്റുരയ്ക്കും. പുരുഷ, വനിത, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2024-25 വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂർ സെന്റ് തോമസ് കോളേജ്, 2ാം സ്ഥാനക്കാരായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലാണ് പുരുഷ വിഭാഗത്തിലെ പ്രധാന കിരീട പോരാട്ടം. വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, വിമല കോളേജ് തൃശൂർ,
മേഴ്സി കോളേജ് പാലക്കാട് എന്നിവർ കിരീടത്തിനായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. 2025 ഡിസംബർ 31, 2026 ജനുവരി 1, 2 തീയതികളിൽ നടക്കുന്ന മീറ്റ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സർവകലാശാല കായിക വിഭാഗത്തിന്റെ ചാർജ് വഹിക്കുന്ന സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MB ഫൈസൽ, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ ചാമ്പ്യൻഷിപ്പിനെക്കുറിച്ച് വിശദീകരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത, തൃശൂർ ജില്ലയുടെ അഭിമാനമായ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ എന്നിവർ മുഖ്യാതിഥികളാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അന്തർദേശീയ താരങ്ങളായ 2022 കുവൈറ്റിൽ നടന്ന ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഡിസ്കസ് ത്രോയിൽ സിൽവർ മെഡൽ നേടിയ KC സർവൻ, 2023 ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട് പുട്ടിൽ വെങ്കലവും 2023 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ ഷോട്ട് പുട്ടിൽ വെങ്കലവും നേടിയിട്ടുള്ള VS അനുപ്രിയ, 2024-25 വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 110 മീറ്റർ മത്സരിച്ച റാഹിൽ സക്കീർ, 2024-25 വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച B അനഘ തുടങ്ങിയ കായിക പ്രതിഭകളുടെ സാന്നിധ്യം മേളയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. മാംഗ്ലൂർ അൽവാസ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അന്തർ സർവകലാശാല മത്സരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളെ ഈ മേളയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുകയെന്നും സംഘാടകരായ ഫാദർ ബെഞ്ചമിൻ OIC, ഡോക്ടർ CL ജോഷി, ഡോക്ടർ KS ഹരിദയാൽ, മാത്യു ഐസക്, PM ശ്രീനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് തീരത്ത് ഈ സീസണിലെ ആദ്യ കടലാമ മുട്ടയിടാനെത്തി. തിങ്കളാഴ്ച രാത്രിയിലാണ് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ വേലിയേറ്റത്തിലുണ്ടായ മണൽത്തിട്ടയിൽ കടലാമ മുട്ടയിടാനെത്തിയത്. സാംസ്കാരിക പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് സൂര്യകടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ PS സയ്യിദ് മുഹമ്മദ്, PN നസീർ, KS ഷംനാഥ്, KA റൌഫ് തുടങ്ങിയവരെത്തി മുട്ടകൾ പുത്തൻ കടപ്പുറം സൂര്യകടലാമ ഹാച്ചറിയിലേക്ക് മാറ്റി. 100 മുട്ടകളുണ്ടായിരുന്നു. ഈ സീസണിൽ വൈകിയാണ് കടലാമ മുട്ടയിടാനെത്തിയത്. തുടർച്ചയായി ഉണ്ടാകുന്ന വേലിയേറ്റം കടലാമകൾ മുട്ടയിടാനായി വരുന്നത് വൈകുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ 74 കടലാമകളാണ് സൂര്യകടലാമ സംരക്ഷണ പ്രദേശത്ത് മുട്ടയിടാനെത്തിയത്. പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മോസ്കോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ ക്രിസ്മസ് ഈവ് സ്ലോമോ 2025 സംഘടിപ്പിച്ചു. വികാരി ഫാദർ ബേസിൽ കൊല്ലാർ മാലി സ്വാഗതം പറഞ്ഞു. പിറമാടം ദയാറയിലെ ബർഷീമോൻ റംബാൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഇടവകയിലെ കുടുംബ യൂണിറ്റുകൾ ക്രിസ്തുമസ് ഗാനങ്ങളും സാന്താ നൃത്തവും നടത്തി. ഫ്രീ ഗിഫ്റ്റ്, വിദ്യാഭ്യാസ അവാർഡ്, ക്രിസ്തുമസ് ഫാമിലി തിരഞ്ഞെടുക്കൽ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. പള്ളി ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ രാജൻ, അസോസിയേഷൻ പ്രസിഡന്റ് ഷൈസൻ പാലക്കൽ, മർത്താമറിയം സെക്രട്ടറി മെറീന ബിജു, സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് പ്രധാനാധ്യാപകൻ സജീഷ് CS തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് സെക്രട്ടറി റൈവിൻ വിറ്റി, വൈസ് പ്രസിഡന്റ് ബിനു P ബാബു, ജോയിന്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്ത് രക്തരക്ഷസ് ഇറങ്ങുന്നു. മലയാള നാടകവേദിയിൽ ചരിത്രം സൃഷ്ടിച്ച കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകം ജനുവരി 2 മുതൽ കുന്നംകുളത്ത് അരങ്ങേറുമെന്ന് ക്രിയേറ്റീവ് ഡയറക്ടർ അനന്തപത്മനാഭൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസ്വാദകരിൽ അമ്പരപ്പും അത്ഭുതവും സൃഷ്ടിച്ചുകൊണ്ട് കലാനിലയം 22 വർഷങ്ങൾക്ക് ശേഷം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ അരങ്ങൊരുക്കുന്നു. കലാനിലയം കൃഷ്ണൻ നായരുടെ നാടക പ്രവർത്തനങ്ങൾക്ക് 90 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് രക്തരക്ഷസ് വീണ്ടും കുന്നംകുളത്ത് അവതരണത്തിനൊരുങ്ങുന്നത്. 62 വർഷം പിന്നിടുന്ന കലാനിലയം സ്ഥിരം നാടകവേദി കഴിഞ്ഞ 52 വർഷമായി തുടർച്ചയായി ജൈത്രയാത്ര തുടരുകയാണ്. ഉള്ളടക്കത്തിലും അവതരണത്തിലും ധാരാളം പുതുമകളുമായാണ് രക്തരക്ഷസ് വീണ്ടും എത്തുന്നത്. ഏരീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഏരീസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പോൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അരങ്ങിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് കലാനിലയം കൃഷ്ണൻ നായരുടെ മകനായ അനന്തപത്മനാഭൻ. ഞൊടിയിടയിൽ മാറിമറയുന്ന സെറ്റിങ്ങുകൾ, വിമാനവും കാറും കൊടുങ്കാറ്റും വെള്ളച്ചാട്ടവും ബഹുനില മന്ദിരവും മനോഹരമായ ഉദ്യാനവും പിന്നെ കാണികളുടെ ചോര തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിൽ നിമിഷനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അതിഭീകരരൂപിണിയായ രക്ഷസിൻ്റെ രംഗപ്രവേശവും പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന പുതിയ ദൃശ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ജനപ്രീതിയുടെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഈ നാടകം മികച്ച കാഴ്ചാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ലോക നാടക ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാടകത്തിന് 2ാം ഭാഗം ഉണ്ടാകാൻ പോകുന്നത് കലാനിലയത്തിൻ്റെ രക്തരക്ഷസിൽ കൂടിയായിരിക്കാം.
ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1-ന്റെ രണ്ടാം ഭാഗമായ ചാപ്റ്റർ 2 അധികം വൈകാതെ തന്നെ അരങ്ങിലെത്തിക്കാനും പദ്ധതിയുള്ളതായി അനന്തപത്മനാഭൻ വ്യക്തമാക്കി. ഒരു 22 വർഷങ്ങൾക്ക് ശേഷം കലാനിലയം കുന്നംകുളത്തേക്ക് വരികയാണ്. കലാനിലയവും കുന്നംകുളവും തമ്മിൽ വലിയ ബന്ധം കൊണ്ട ഒരു സ്ഥലമാണ് കുന്നംകുളം. കാരണം എൻ്റെ അച്ഛനുള്ള സമയത്ത് 1950 കാലഘട്ടം തൊട്ട് കുന്നംകുളത്ത് നാടകം അവതരിപ്പിക്കാറുള്ളതാണ്. കലാനിലയത്തിൻ്റെ നാടകത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് രക്തരക്ഷസ്. ഈ തലമുറ അത് ആസ്വദിക്കില്ല. അപ്പം അതുകൊണ്ട് അതിന് ടെക്നിക്കലി വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 10,000 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച ഓഡിറ്റോറിയത്തിലാണ് നാടകാവതരണം നടക്കുക. ജനുവരി 2-ന് AC മൊയ്തീൻ MLA നാടകാവതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളാകും. 500, 400, 200 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. 500-ൻ്റേത് പുഷ്ബാക്ക് സീറ്റുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കലാനിലയം ഓഫീസിൽ നിന്നും സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ടിക്കറ്റുകൾ www.ariskalaanilayam.com-ൽ ബുക്ക് ചെയ്യാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 6 മണിക്കും 9 മണിക്കും 2 അവതരണങ്ങൾ. ശനി, ഞായർ ദിവസങ്ങളിൽ 2 മണിക്ക് മാറ്റിനിയും ഉണ്ടാകുമെന്നും അനന്തപത്മനാഭൻ അറിയിച്ചു. കുനുമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയികളായ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഗ്രാമീണ വായനശാലയ്ക്ക് സമീപമുള്ള TV ചാക്കുണ്ണി നഗറിൽ നടന്ന അനുമോദന യോഗം അസോസിയേറ്റഡ് NCC ഓഫീസർ 24 കേരള ബറ്റാലിയൻ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. കുനുമുച്ചി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. വായനശാല ഭാരവാഹികളായ അനൂപ് പനക്കൽ, ഫാൻസി വിൽസൺ, KL ലിസി, PG ബൈജു, ലൈബ്രറിയൻ മോളി ഇട്ടിയച്ചൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 20-ാം വാർഡ് അംഗവുമായ ജിഷ സുനിൽകുമാർ, 19-ാം വാർഡ് അംഗം അനീഷ് ആന്റണി, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് അംഗം നിവ്യ റനീഷ്, സാഫിറ ആസീസ്, 7-ാം വാർഡ് അംഗം വിനു ജോൺസൺ എന്നിവർക്കാണ് വായനശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. സംസ്ഥാന ലെവൽ ടാലന്റ് ടെസ്റ്റിൽ വിന്നറായ ഈസാനുൽ ഹക്കീനെ കെ കരുണാകരൻ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ ആഭിമുഖ്യത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു. മന്നലാംകുന്ന് കരുണാഭവനിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ബിനേഷ് വലിയകത്ത് ഉപഹാരം നൽകി. വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷനായി. പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ മുജീബ് അഗലാട്, ഷഹീർ പടിഞ്ഞാറയിൽ, കെ കരുണാകരൻ ഫൗണ്ടേഷൻ GCC ചെയർമാൻ KH നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കുന്നംകുളം സെന്റർ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ 2026 ജനുവരി 1 മുതൽ 4 വരെ പോർക്കുളം രഹബോത്ത് നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് സെന്റർ പാസ്റ്റർ സാം വർഗീസ് ഗോൾഡൻ ജൂബിലി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ പാസ്റ്റർ വർഗീസ് എബ്രഹാം, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൺ, പാസ്റ്റർ റെജി മാത്യു, പാസ്റ്റർ ജോൺസൺ ദാനിയേൽ എന്നിവർ ദൈവവചനം പ്രഘോഷിക്കും. ഉപവാസ പ്രാർത്ഥന, സഹോദരി സമ്മേളനം, ഇവാഞ്ചലിസം ബോർഡ് സമ്മേളനം, ശുശ്രൂഷക സമ്മേളനം എന്നിവയും ജൂബിലി കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 3-ാം തീയതി രാവിലെ 11:30 മുതൽ 1:30 വരെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നായകരും സഭാ നേതൃത്വത്തിലുള്ളവരും പങ്കെടുക്കും. 4-ാം തീയതി രാവിലെ 9 മണി മുതൽ സംയുക്ത സഭായോഗവും ഉച്ചയ്ക്ക് 2:30 സൺഡേ സ്കൂൾ വാർഷിക സമ്മേളനവും നടക്കും. ഗോൾഡൻ ജൂബിലി സുവിശേഷ മഹായോഗത്തിലും സാംസ്കാരിക സമ്മേളനത്തിലും എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണമെന്ന് ഭാരവാഹികളും പാസ്റ്റർമാരുമായ സാം വർഗീസ്, KA വർഗീസ്, MR ബാബു, PK ദേവസി, TK ജോൺസൺ, CI കൊച്ചുണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാട് ഒരുക്കുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി മിനി അൻസാരി കൺവെൻഷൻ സെന്ററിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ പ്രിയ നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രശസ്ത ചിത്രകാരൻ ബസന്ത് പെരിങ്ങോടിന് അജയൻ ചാലിശ്ശേരി ക്യാൻവാസ് കൈമാറി. ക്യാമ്പിന് തുടക്കമായി. ഉദ്ഘാടനം ചെയ്ത പ്രിയ നന്ദനന് സംഘാടകർ ഉപഹാരവും നൽകി. സിനിമയിൽ മനുഷ്യന്റെ വികാരങ്ങളെ പകർത്തിയ അജയൻ ചാലിശ്ശേരിക്ക് ചിത്രകലയുടെ ഭാഷയിൽ ആദരം അർപ്പിക്കുന്നതായിരുന്നു ക്യാമ്പെന്ന് ചെയർമാൻ മണികണ്ഠൻ പുന്നയ്ക്കൽ പറഞ്ഞു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുന്നയ്ക്കൽ അധ്യക്ഷനായി. കൺവീനർ VK സുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിൽകുമാർ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഈ ഒരു ആദരവ് വരച്ച് അജയേട്ടന് വരച്ച ആദരവ് കൊടുക്കുക എന്ന രീതിയിൽ നിന്ന് ആവിഷ്കരിച്ചതാണ് ഈ ഒരു ചിത്രകലാ ക്യാമ്പ്. അതിനുപരി ഈ ചിത്രകലാ ക്യാമ്പിൻ്റെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ
എല്ലാ സൃഷ്ടികളും ചാലിശ്ശേരിയുടെ പരിസരത്തുള്ള പല വ്യക്തികളും കളക്ട് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്ന ക്യാമ്പ്. വരയ്ക്കുന്നതിന് മുൻപ് തന്നെ, അതാണ് ഈ ക്യാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, വരയ്ക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ചിത്രങ്ങളും അത് ഓരോ വ്യക്തികൾ കളക്ട് ചെയ്തു എന്നത് പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ചാലിശ്ശേരിയെ പോലുള്ളൊരു ഗ്രാമത്തിൽ അത് സാധിച്ചു എന്നാണ്. ഒരു 20ഓളം വരുന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിട്ട് ആ ക്യാമ്പിലുള്ള ചിത്രങ്ങളൊക്കെ ഓൾറെഡി ചിത്രം വരച്ചുകൊണ്ട് അതൊക്കെ ബുക്കിഡാണ് ഓൾറെഡി. അത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അതായത് ഒരു ആദരവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുക, ഒരു ദിവസം ഒരു ചിത്രകലാ ക്യാമ്പ് അതിനോടൊപ്പം നടത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളതാണ്. ഞാനൊരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അഖിലേന്ത്യാ സമ്മേളനം പഞ്ചാബിലെ ഖാദിയാനയിൽ സമാപിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 5ാമത്തെ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റുൽ അഹമ്മദ് സാഹിബ് ലണ്ടനിൽ നിന്ന് ഓൺലൈൻ വഴി സമാപന പ്രഭാഷണം നിർവഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഇതര മതസ്ഥരിലെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ച സർവ്വമത സമ്മേളനവും മഹിളാ സമ്മേളനവും ശ്രദ്ധേയമായി. കെ താരിഖ് അഹമ്മദ്, എം നാസിർ അഹമ്മദ് കൊടിയത്തൂർ, ഹാഫിസ് സയ്യിദ് റസൂൽ നിയാസ്, അത്താവുല്ല നുസ്രത്ത്, ഹമീദ് കൗസർ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് ഇനാം ഗോറി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂർ സ്വദേശികളായ പ്രതിനിധികൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രതിനിധികളും 37 വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു. ചാലിശ്ശേരി അങ്ങാടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രമുഖ അടയ്ക്ക വ്യാപാരിയും ചാലിശ്ശേരി പഴയ അടയ്ക്ക മാർക്കറ്റിന്റെ പ്രസിഡന്റുമായ ഷിജോയ് തോലത്തിനെ ആദരിച്ചു. കൂട്ടായ്മ ഭാരവാഹികൾ ചേർന്ന് പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി. ഷിജോയ് മറുപടി പ്രസംഗം നടത്തി. അടയ്ക്ക മാർക്കറ്റ് രക്ഷാധികാരി ടി കെ മനു താണിയൻ, സെക്രട്ടറി ബാബു കണ്ടരാമത്ത്, ട്രഷറർ എം ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സുഹൃത്തുക്കൾ, മാർക്കറ്റിലെ കച്ചവടക്കാർ, ചുമട്ടുതൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി പഴയ അടയ്ക്ക മാർക്കറ്റിൻ്റെ 3ാം വർഷം ദീപാവലി മുഹൂർത്ത കച്ചവടം ഉത്തരേന്ത്യൻ മാതൃകയിൽ നാളെ 9:30 ആരംഭിക്കും. എല്ലാ കർഷകരും അതുപോലെ ചെറുകിട കച്ചവടക്കാരും ഈ അവസരത്തിൽ പങ്കുചേരുന്നതിന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദേശീയ സ്കൂൾ ഗെയിംസുകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗുരുവായൂരിൽ അഡ്വാൻസ് സ്പോർട്സ് കോച്ചിംഗ് എംപവർമെന്റ് പ്രോഗ്രാം നടത്തി. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസേഷണർ ഹരീഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ഷിജു എസ് ദാസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു വിദ്യാർത്ഥികളുമായി സംവദിച്ചു. DPI ഉദ്യോഗസ്ഥനായ വൈശാഖ്, കായിക പരിശീലകരായ അരവിന്ദാക്ഷൻ, നന്ദഗോപാൽ, സൂര്യശാന്തി, നിതീഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് ബീച്ച്, എടക്കഴിയൂർ മറൈൻ വേൾഡ് തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിക്കും. സംസ്ഥാനതലത്തിൽ മികവ് പുലർത്തുന്ന അത്ലറ്റിക്സ് വിഭാഗത്തിലെ കായിക താരങ്ങളെ ദേശീയ മത്സരങ്ങളിൽ വിജയം നേടാൻ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് 5 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 143 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന പരിശീലന പരിപാടി ചൊവ്വാഴ്ച വൈകിട്ടോടെ സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം. പുനേർകുളം പനന്തറ എടക്കര വീട്ടിൽ കുഞ്ഞുണ്ണിയുടെ മകനും ആർട്ടിസ്റ്റുമായ മനോഹരൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. പുനേർകുളം മർച്ചന്റ് അസോസിയേഷൻ മെമ്പറാണ്. പള്ളിപ്പാടം ചെറുവാറ വലിയ വീട്ടിൽ സുധാകരൻ എന്ന മോഹനൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഉഷഭാര്യയും ദീപക്, ആനന്ദ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. പോർക്കുളം പുലിക്കൂട്ടിൽ പരേതനായ ജോസ് ഭാര്യ ഷീല നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ദീപ്തി, ജെറിൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഭക്തി നിർഭരം. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുവാനും വൻ ഭക്തജനത്തിരക്ക്. 15,000-ലധികം പേർ പ്രസാദഊട്ടിലും പങ്കെടുത്തു. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ അച്ചടക്ക നടപടി കടുക്കുന്നു. DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തന്നെ പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. ചരിത്രത്തിലാദ്യമായി ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരി വേദിയാകുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള നടക്കുന്നത് 2026 ജനുവരി 2 മുതൽ 11 വരെ. എളവള്ളി പണ്ടാരക്കാട് വീട് കത്തിനശിച്ചു. പണ്ടാരക്കാട് കരുമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.